Hi dear students, welcome to Crack It with NCERT. NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെയും ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസിൻ്റെയും സോൾഡ് എക്സാമ്പിൾസിൻ്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം. നമ്മുടെ എക്സാമിനേഷൻ ബേസ്ഡ് ഓൺ NCERT ടെക്സ്റ്റ് ബുക്കാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രസക്തിയാണ് നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിന് കൊടുക്കുന്നത്. ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ ചെയ്യുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിലെ വളരെ പ്രധാനപ്പെട്ട റെലവൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്തിട്ട് അതിനെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനാക്കി മാറ്റുകയും അതുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റും എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. മാത്രമല്ല വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഒരു വെരി സിമിലർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോം അസൈൻമെൻ്റ് ആയിട്ട് തരും. അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുകയും വേണം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, ക്വസ്റ്റ്യൻ നോക്കൂ. കൺസിഡർ എ റെയിൻ ഡ്രോപ്പ് ഓഫ് മാസ് 1 gram falling from height 1 kilometer. It hits the ground with a speed of 50 meter per second. The work done by the unknown resistive force is. ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഒരുപക്ഷെ ഫെമിലിയർ ആയിരിക്കും ക്വസ്റ്റ്യൻ. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ ക്വസ്റ്റ്യൻ എവിടെ എന്നുള്ളത് കൂടെ നമുക്ക് കാണാം. അതിന് മുമ്പൊരു കാര്യം, റെസിസ്റ്റീവ് ഫോഴ്സ് നമുക്ക് അറിഞ്ഞാൽ നമുക്ക് നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം, കാരണം 1 kilometer ആണ് ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ളത്. പക്ഷേ റെസിസ്റ്റീവ് ഫോഴ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. എന്നാൽ റെസിസ്റ്റീവ് ഫോഴ്സ് കണ്ടെത്തൽ അത്ര എളുപ്പമാണോ? യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഒറ്റക്കൊന്ന് ഈ ക്വസ്റ്റ്യൻ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യും. എന്നിട്ട് വേണം നിങ്ങൾക്കൊരു ആൻസർ കിട്ടിയിട്ട് വേണം നിങ്ങൾ ബാക്കി പ്രൊസീഡ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ ക്വസ്റ്റ്യൻ എവിടെയാണുള്ളത്, ഏത് വിധത്തിലാണ് തന്നത് എന്നുകൂടെ ഒന്ന് കാണാം. എന്നിട്ട് ഡീറ്റെയിൽ സൊല്യൂഷനിലേക്ക് പോകാം. യെസ്, ഇങ്ങനെയാണ് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇത്. ഇറ്റ് ഈസ് വെൽ നോൺ ദാറ്റ് ദ റെയിൻ ഡ്രോപ്പ് ഫോൾസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ ഡൗൺവേർഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ദ ഒപ്പോസിംഗ് റെസിസ്റ്റീവ് ഫോഴ്സ്. The latter is known to be proportional to the speed of the drop but is otherwise undetermined. ഇങ്ങനെ ഒരു പാരഗ്രാഫ് ആദ്യം NCERT തന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഇതിലെ സെക്കൻഡ് സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണത്? ദ ലാറ്റർ എന്ന് പറഞ്ഞത് ഉദ്ദേശിച്ച റെസിസ്റ്റീവ് ഫോഴ്സിനെ കുറിച്ചാണ്. ആ റെസിസ്റ്റീവ് ഫോഴ്സ് ഈസ് നോൺ ടു ബി പ്രൊപ്പോർഷണൽ ടു ദ സ്പീഡ് ഓഫ് ദ ഡ്രോപ്പ്. ആസ് യു ഇൻക്രീസ് അല്ലെങ്കിൽ ആസ് ദ സ്പീഡ് ഓഫ് ദ ഡ്രോപ്പ് ഇൻക്രീസസ് ദ റെസിസ്റ്റീവ് ഫോഴ്സ് ആൾസോ ഇൻക്രീസസ്. ഇത് നമുക്കറിയാം. പക്ഷേ എന്താ പറഞ്ഞത്? ബട്ട് ഈസ് അതർവൈസ് അൺഡിറ്റർമൈൻഡ് എന്ന് വെച്ചാൽ ആ റെസിസ്റ്റീവ് ഫോഴ്സ് പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്കറിയാം. പക്ഷേ ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ ഇല്ല. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റെസിസ്റ്റീവ് ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് കണ്ടെത്തി അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് വർക്ക് കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് പോസിബിൾ അല്ല. പിന്നെ എങ്ങനെ നമ്മൾ ഈ പ്രോബ്ലത്തെ ചെയ്യും? ദെൻ റെസ്റ്റ് ഈസ് ദ സെയിം. പിന്നെ എങ്ങനെ നമ്മൾ ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യും? അവിടെയാണ് നമ്മൾ വർക്ക് എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള വർക്ക് എനർജി തിയറത്തിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. എന്താണ് വർക്ക് എനർജി തിയറം? യെസ്, വർക്ക് എനർജി തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താ? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ്. അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ. ഏതെങ്കിലും ഒരു ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ അല്ല, മറിച്ച് എത്ര ഫോഴ്സസ് അവിടെ ഇൻവോൾവ് ആണോ അവരൊക്കെ ചെയ്ത വർക്ക് ഡണ്ണിൻ്റെ സമ്മ്. അതാണെന്ത്? കൈനറ്റിക് എനർജിയുടെ ചേഞ്ച്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ വിത്തിൻ നോ ടൈം ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. വിത്തിൻ നോ ടൈം. നോക്കാം എത്ര എളുപ്പത്തിലാണ് ഇനി നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്തറിയില്ല, നമുക്ക് റെസിസ്റ്റീവ് ഫോഴ്സ് എത്രയെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വഴിക്ക് നമ്മൾ പോയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് നമ്മൾ ഈ കൈനറ്റിക് എനർജി ചേഞ്ചുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. യെസ്, നമ്മുടെ ഡ്രോപ്പ് നോക്കൂ, ഡ്രോപ്പ് ഫാൾ ചെയ്യുന്നു. ഡ്രോപ്പ് 1 kilometer താഴേക്കാണ് ഡ്രോപ്പ് ഫാൾ ചെയ്യുന്നത്. റെഡി ആണല്ലോ? 1 kilometer താഴേക്ക് ഫാൾ ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ എത്തുന്ന സമയത്തുള്ള വെലോസിറ്റി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കാണാം. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഫൈനൽ വെലോസിറ്റി ഈസ് ഗിവൺ ആസ് 50 meter per second. ഇറ്റ് ഈസ് 50 meter per second ആണ്. Therefore change in kinetic energy delta K is equal to half m v square minus half m u square. That is equal to half into 1 gram 10 raised to minus 3 kilogram into v square 50 square 50 square എത്രയാണ്? 2500 minus 0 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു നോക്കൂ 1250യുടെ കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റു 10 raised to minus 3 1.25 ജൂൾ എന്നാണ് നമുക്ക് കിട്ടുക.
isn't it? 1.25 ജൂൾ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഏത്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഇത് നോക്കൂ, ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.25. Or now work done by resistive force equal to 1.25 minus work done by gravitational force. Work done by gravitational force is very clear. അത് നമുക്ക് മറ്റൊന്നും ആവശ്യമില്ല, കാരണം എം ജി എച്ച് ആണ്, അറിയാലോ, കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എം ജി ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എച്ച് ആണ്. ദർഫോർ എം ജി എച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10⁻³ ജി നമുക്ക് 10 എടുക്കാം, ഹൈറ്റ് നോക്കൂ 1 കിലോമീറ്റർ, 10⁻³ ദർഫോർ 10 ജൂൾ എന്ന് കിട്ടി. Now work done by the resistive force is 1.25 minus 10, which is equal to minus 8.75 joule is the final answer. ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് വർക്ക് എനർജി തിയറത്തിൻ്റെ ആ ഒരു പവർ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഒരിക്കലും നമ്മൾ റെസിസ്റ്റീവ് ഫോഴ്സ് അറിയാതെ തന്നെ നമുക്ക് റെസിസ്റ്റീവ് ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഞാനൊരു വെരി സിമിലർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു ഹോം അസൈൻമെൻ്റ് ആയിട്ട് തരാണ്. യെസ്, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. മാത്രമല്ല അതിൻ്റെ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. യെസ്, ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ നമുക്ക് ഈ സീരീസ് ഗംഭീരമായിട്ട് പോകണം. NCERT ആണ് നമ്മുടെ ബൈബിൾ എന്നുള്ള മറക്കരുത്. ആ രൂപത്തിലാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. ഓക്കെ, താങ്ക് യു.